ബെഥേൽ ഹൗസ് ഓഫ് പ്രയറിന്റെ TV മിനിസ്ട്രിയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Visit us every Saturday and every Sunday. We have great worship. Welcome to Bethel House of Prayer. We invite you to take part in our youth fellowship. We have meetings every Saturday with programming and also with different visiting guest pastors. Come join us for a great time of praise and worship. പെന്തക്കോസ്ത് ഉപദേശ സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വേദപുസ്തക ഉപദേശ സത്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും കടന്നു വന്ന കർത്താവിനെ ആരാധിക്കുവാൻ നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വരുമാനത്തിൻ്റെ നല്ലൊരു അംശം സുശേഷയുടെ ബന്ധത്തിൽ മാറ്റിവ ദൈവരായെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ മുഴുവൻ അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ നന്ദി. ആരാധന സമയം സാറ്റർഡേ 7:30 to 9 o'clock. Sunday service is 9:45 to. ഇന്ന് പകൽക്കാലം പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കേൾവിക്കാരായ എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയം ദൈവവചനം ചിന്തിക്കുവാനായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഊസ് ദേശത്ത് യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും വെച്ച് മഹാനായിരുന്നു. ഇന്ന് പകൽക്കാലം യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായി തീരുവാൻ ഉള്ള കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മെ പോലെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വളരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വെളിപ്പാട് പുസ്തക രൂപത്തിൽ പോലും ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും വെച്ച് മഹാനായി ജീവിക്കുവാൻ ദൈവം അവന് കൃപ നൽകി എന്ന് നാം വായിക്കും. യോബിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അബ്രഹാമിന് ഏറെക്കുറെ സമകാലികനായി ജീവിച്ച ഒരു ദൈവഭക്തനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോബിന്റെ പുസ്തകം മോശ എഴുതിയെന്ന് വേദപണ്ഡിതാക്കൾ അവകാശപ്പെടുന്നു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ദൈവഭക്തനായി ജീവിക്കുവാൻ കഴിഞ്ഞ, ദൈവം തന്റെ ദൈവമെന്ന് ജീവിതാനുഭവങ്ങൾ കൂടെ തെളിയിക്കുവാൻ കഴിഞ്ഞ ഒരു വലിയ യഹോവ ഭക്തനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സകല പൂർവ്വ ദിഗ്വാസികളിലും വെച്ച് മഹാനായി, ഭാഗ്യവാനായി, ശ്രേഷ്ഠനായി ജീവിക്കുവാൻ യോബിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ രഹസ്യമാണ്. ആ രഹസ്യമെന്ത് എന്ന് യോബിനോട് നാം വ്യക്തിപരമായി ചോദിക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ യോബിന് പറയുവാനുള്ളതായ മറുപടി, പ്രൈസ് ദി ലോർഡ്, എൻ്റെ സമ്പത്തിന്റെ വലിപ്പമോ എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലമോ ഒന്നുമല്ല, മറ്റേതെങ്കിലും ഒരു വിഷയവുമല്ല. ഞാൻ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനും മഹാനുമായി തീരുവാൻ കാരണം പിന്നെയോ ദൈവത്തിന്റെ മുൻപാകെ ഒരു ഭക്തനായി ജീവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ജീവിതത്തിൽ ഭാഗ്യവാനായി തീരുവാൻ കാരണം എന്ന് താൻ പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ശ്രേഷ്ഠനാണ്, ഭാഗ്യവാനാണ് എന്ന് വിലയിരുത്തുന്നത് എത്ര വർഷം അവൻ ജീവിച്ചു എന്നുള്ള കാലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ അവന് ദൈവം നൽകിയ ആയുസ് എപ്രകാരം ചെലവഴിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ യോബ് ദൈവത്തിന് മുൻപാകെ ഭക്തനായി ജീവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സകല പൂർവ്വ ദിഗ്വാസികളിലും വെച്ച് മഹാനായി തീർന്ന യോബിനോട് അവന് ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവന് പറയുവാനുള്ള ഒന്നാമത്തെ രഹസ്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അപ്പോൾ ഈ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകി നടക്കുന്നവനല്ല ദൈവഭക്തൻ. പിന്നെയോ ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടിനെ ഒത്തവണ്ണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ തിരകളെ കീറി മുറിച്ച് വിശ്വാസത്തിന്റെ മുന്നേറ്റം നടത്തുന്നവനാണ് ഒരു ഭക്തൻ എന്ന് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് ഈ ലോകം പോകുന്ന ഒഴുക്കിനനുസരിച്ച് ഒഴുകി നീക്കുവാൻ ആർക്കും കഴിയും. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിന്റെ ഒഴുക്കിനെതിരായി നിന്നുകൊണ്ട് ദൈവവചന പ്രകാരം ദൈവം നൽകിയിരിക്കുന്ന പ്രമാണത്തിനൊത്തവണ്ണം അത് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് യോബിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ യോബ് നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു എന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 15-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്നത്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും അതേ ഹല്ലേലൂയ നീതിയോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതെ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ നീതിയുടെ പർവ്വതത്തിൽ എത്തിച്ചേരുവാൻ കഴിയൂ എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതേ വേറൊരു ഭാഗത്ത് വായിക്കുന്നു, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവനാണ് അതേ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറുന്നത് എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ അതേ യോബിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതേ ഏറ്റവും വലിയ ഭാഗ്യവാൻ, ഏറ്റവും വലിയ മഹാൻ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് ദൈവവചന പ്രകാരം ദൈവഭക്തിയോട് ജീവിക്കുന്നതായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് 103-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളവരെ എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ദൈവവചനം പ്രമാണിക്കുന്നവരെ, ദൈവവചനം വായിക്കുന്നവരെ, ദൈവവചനം ജീവിതത്തിന്റെ അനുഭവമാക്കി അതേ സ്തോത്രം ജീവിക്കുന്ന ഒരു ദൈവ പൈതല് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം വായിക്കുന്നത്, അവൻ ദൈവത്തിന് മുൻപാകെ ഒരു വീരനായി, ഒരു ഹീറോയായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ യോബ് ആ തലമുറയിൽ ഏറ്റവും ശ്രേഷ്ഠനും ഭാഗ്യവാനും മഹാനുമായി തീരുവാനുള്ള കാരണം അവന്റെ സമ്പത്തല്ല, അവന്റെ കുടുംബ പശ്ചാത്തലമല്ല, പിന്നെയോ ആ തലമുറയിൽ അവൻ ദൈവഭക്തനായി അത് നിർമ്മല ഹൃദയത്തോട് യഹോവ ഭക്തനായി പ്രൈസ് ദി ലോർഡ് ദോഷം വിട്ടകലുന്നവനായി നിഷ്കളങ്കനായി ജീവിച്ചു എന്നുള്ളതാണ് അവൻ മഹാനായി തീരുവാൻ ഒന്നാമത്തെ കാര്യമായി വേദപുസ്തകം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ, അത് ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി ഒരു മഹാനായി, ദൈവത്തിന്റെ അതേ മുൻപാകെ മനുഷ്യ മുൻപാകെ ഭാഗ്യവാനായി ഒരു ഹീറോയായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ അതേ നിഷ്കളങ്കനായി ദൈവഭക്തനായി ദോഷം വിട്ടകലുന്നവനായി പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രമാണത്തിനൊത്തവണ്ണം അതേ ഹല്ലേലൂയ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ അതേ കീറി മുറിച്ച് നീന്തി കടക്കുന്നവനാണ് ദൈവം മുൻപാകെ ഭാഗ്യവാനായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ അവസ്ഥയിൽ ജീവിക്കുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമതായി യോബിനോട്, അല്ലയോ യോബേ, നീ സകല പൂർവ്വ ദിഗ്വാസികളിൽ വെച്ച് മഹാനായി തീരുവാൻ എന്താണ് കാരണം എന്ന് യോബിനോട് അതേ ചോദിക്കുമെങ്കിൽ യോബ് പറയുന്ന ഉത്തരം ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അതേ സ്തോത്രം ഹല്ലേലൂയ. യോബ് പതിപോലെ തന്റെ മക്കളെയെല്ലാം അത് വിളിച്ചു വരുത്തി അവരൊരു പക്ഷേ അതേ പാപം ചെയ്തു പോയി ദൈവത്തോട് അകന്നു കാണും എന്നുള്ളതായ ചിന്തയോട് അതേ ഹല്ലേലൂയ ക്രമീകരണം വരുത്തി ദൈവത്തെ ആരാധിക്കുന്ന ഉന്നതമായ അനുഭവം അതേ യോബിന്റെ ജീവിതാനുഭവമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ വരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ദഹിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലായ്പ്പോഴും അത് യോബ് ചെയ്തു പോന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതേ ജീവിതത്തിൽ ക്രമീകരണം വരുത്തി ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അതേ യോബിന്റെ അതേ 1-ാം അധ്യായം നാം വായിക്കുന്നത് പ്രാരംഭ ഭാഗങ്ങളിൽ യോബ് അതേ വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും വലിയ വില കൽപ്പിച്ചവനായിരുന്നു യോബ്. അതേ തന്റെ മക്കളെ അതേ തന്റെ അതേ പെൺമക്കളെയും ആൺമക്കളെയും അതേ കൂട്ടിവരുത്തി അവരുടെ സംഖ്യക്കൊത്തവണ്ണം അവരെ ശുദ്ധീകരിച്ച് അതേ സ്തോത്രം അവർക്ക് വേണ്ടി യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുന്ന അത് ഒരു ഭക്തനായി അത് നമുക്ക് യോബിനെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതേ തന്റെ പുത്രന്മാരും പുത്രിമാരും പാപം ചെയ്തു പോയോ എന്നുള്ള ആശങ്കയോട് അതേ അവരെ വിളിച്ചു വരുത്തി അതേ ക്രമീകരണം ചെയ്ത്
നമ്മെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് മുൻപ് ക്രമീകരണം വരുത്തി ദൈവത്തെ ആരാധിക്കുന്ന ഉന്നതമായ അനുഭവം അതേ യോബിന്റെ അനുഭവമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആരാധനയുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ അതേ ഒരു പ്രസ്താവന, ഒരു കാര്യം നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, നീ യാഗവുമായി ദൈവസന്നിധിയിൽ വരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ട് എന്ന് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന് മുൻപ് വെച്ച് ഒന്നാമത് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് യാഗം കഴിക്കുക എന്ന് അതേ കർത്താവ് പറയുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം അതെല്ലാം തലമുറയിൽ ആരെല്ലാം ദൈവത്തെ ആരാധിച്ചുവോ, ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചുവോ, അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് അതേ ജീവിതത്തിൽ ക്രമീകരണം വരുത്തി ദൈവത്തെ ആരാധിക്കുന്ന അതേ സ്തോത്രം ഉന്നതമായ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതേ യോബിന്റെ ജീവിതത്തിന്റെ അതേ രഹസ്യമായി സകല പൂർവ്വദിവാസികളിൽ വെച്ച് മഹാനായി യോബ് തീരുവാൻ കാരണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതേ ജീവിതത്തിൽ ക്രമീകരണം വരുത്തി ദൈവത്തെ ആരാധിക്കുവാനായി ഒരുക്കമുള്ളവനായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിന് അതേ സ്തോത്രം അത് ഈ ലോകത്തായിരുന്നപ്പോൾ പറഞ്ഞ ഉപമയിൽ 1-2 പേർ ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കുവാനായി കടന്നു വന്നു, അത് പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. അതേ സ്തോത്രം, ഒരു പരീശനും മറ്റൊരു ചുങ്കക്കാരനും. പരീശൻ അതേ സ്തോത്രം തന്നോട് തന്നെ പ്രാർത്ഥിച്ചു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാനല്ല, ഇയാൾ ദൈവത്തെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് അതേ തന്നോട് തന്നെ പ്രാർത്ഥിച്ച് അഹങ്കാരമുള്ളവനായി താഴ്മയില്ലാത്തവനായി നിഗളത്തോട് ആയിരിക്കുമ്പോൾ അതേ ചുങ്കക്കാരനോ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാത്തവനായി അതേ മാറത്തടിച്ച് നിലവിളിച്ച് അതേ കുറവുള്ളവനെന്ന് പറഞ്ഞ് ദൈവസനിൽ അതേ ഏറ്റു പറഞ്ഞ് ക്ഷമ പറഞ്ഞ് അതേ സ്തോത്രം ദൈവത്തെയോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന്റെ പാപം ക്ഷമിച്ച് അവൻ ദൈവത്താൽ സമാധാനം പ്രാപിച്ചവനായി ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതേ സ്തോത്രം, ആരാധനയ്ക്ക് മുൻപ് അതേ ക്രമീകരണം വരുത്തി ദൈവത്തെ ആരാധിക്കുന്നതാണ് ഉന്നതമായ അനുഭവം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആർക്കും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം പ്രസാദിക്കുന്ന ആരാധന അതേ ജീവിതത്തിൽ ക്രമീകരണം വരുത്തി അതേ ദൈവത്തോടും മനുഷ്യരോടും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നല്ല ബന്ധത്തിൽ ആയതിനു ശേഷം കർത്താവിനെ ആരാധിക്കുകയാണ്. റൈറ്റ്യസ്നെസ് എന്ന വാക്കിന്റെ അർത്ഥം ഹാവിങ് എ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അതേ ജീവിതത്തിൽ ക്രമീകരണം വരുത്തി ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമതായി അതേ യോബ് സകല പൂർവ്വദിവാസികളിൽ വെച്ച് മഹാനായി തീരുവാൻ കാരണം, ദൈവത്തിന്റെ സ്തോത്രം, ജീവിതത്തിൽ എല്ലാവരാലും സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ സ്തോത്രം, ഹല്ലേലൂയ, അതേ സ്തോത്രം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-9 വാക്യം വായിക്കുമ്പോൾ ഒന്നാമതായി ദൈവത്തിൽ നിന്ന് ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു യോബ്. അതേ യോബിനെ കുറിച്ച് അതേ യഹോവയായ ദൈവം പറയുന്നത്, എന്റെ ഭക്തനായ യോബിനെ പോലെ അതേ സ്തോത്രം യോബിനെ പോലെ ഭക്തനായ അതേ ഒരു മനുഷ്യൻ ഭൂമിയിലില്ല. അതേ ദോഷം വിട്ടകലുന്നവൻ, പ്രൈസ് ദി ലോർഡ്, ദൈവഭക്തൻ, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഭൂമിയിലില്ല എന്ന് അതേ സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ അതേ ദൈവം അതേ ഒരു മനുഷ്യനെ നോക്കി, യോബിനെ നോക്കി പറയുകയാണ്, അതേ സ്തോത്രം, എന്റെ അതേ ദാസനായ യോബിനെ പോലെ നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആരുമില്ല എന്ന് അതേ സ്തോത്രം, ഹല്ലേലൂയ, ഉന്നതമായ അതേ സാക്ഷ്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനായിരുന്നു യോബ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി യോബിന്റെ ഭവനത്തിലുള്ളവർ തന്നെ കുറിച്ച് പറയുന്നത്, യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യോബിന്റെ ഭാര്യ അതേ സ്തോത്രം, ഹല്ലേലൂയ, തന്നോട് പറയുന്നത്, അതേ സ്തോത്രം, നീ ഇപ്പോഴും അതേ യഹോവ ഭക്തനായിരിക്കുന്നുവോ എന്ന് പറയുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതേ ദൈവഭക്തനായ യോബിന്റെ ജീവിതം കണ്ട്, അവന്റെ പ്രാർത്ഥന കണ്ട്, അവന്റെ ആരാധന കണ്ട്, അവന്റെ നിഷ്കളങ്കമായ ജീവിതം കണ്ട്, ഭക്തി കണ്ട്, ദോഷം വിട്ടകലുന്ന അനുഭവം കണ്ട് അതേ അതിനെ സാക്ഷ്യം വഹിച്ചതായ അതേ തന്റെ സ്വന്തം ഭാര്യ പറയുകയാണ്, നീ ഇപ്പോഴും ദൈവഭക്തനായിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. അതേ ഹല്ലേലൂയ. അതേ പഴയ നിയമത്തിൽ വായിക്കുന്നു, പ്രവാചകന്റെ ശിക്ഷ പറയുകയാണ്. അതേ പ്രവാചകനോട് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അതേ എന്റെ ഭർത്താവ് മരിച്ചുപോയി, അതേ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു എന്ന് പറയുന്ന ഉന്നതമായ അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അതേ സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ നോക്കി കാണുന്ന, നമ്മെ ദർശിക്കുന്ന, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന, നമ്മുടെ ജീവിതങ്ങൾ അതേ ജീവിതം നോക്കിക്കാണുന്ന അതേ സ്തോത്രം, ഹല്ലേലൂയ, അതേ ചില പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായി ദൈവം നമ്മെ നോക്കിക്കാണുന്നു. നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ, നമ്മുടെ ആരാധന, നമ്മുടെ ദൈവത്തോടുള്ളതായ ഭക്തി, ഇതെല്ലാം അതേ ദൈവം നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അതേ നമ്മുടെ ഭവനത്തുള്ളതായ ഓരോ പ്രിയപ്പെട്ടവരും നമ്മെ നോക്കി വായിക്കുന്ന
ഉന്നതമായ അനുഭവമാണ്. ഭവനത്തിലുള്ളവർ തമ്മിൽ സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമതായി സാത്താനിൽ നിന്ന് യോബിന് നല്ലൊരു സാക്ഷ്യം ലഭിച്ചതായി നമ്മൾ വായിക്കുന്നു. ദൈവത്തോട് സാത്താൻ പറയുകയാണ്, യോബ് ദൈവഭക്തനായിരിക്കുന്നത്, യഹോവ ഭക്തനായിരിക്കുന്നത് നീ അവനും ചുറ്റും വേലി കെട്ടി അവനെ പരിപാലിക്കുന്നത് കൊണ്ടാണ്. അതിന്റെ അർത്ഥം സകല ദൂഷണവും സകല ചതിവും സകല വഞ്ചനയും ആരെക്കുറിച്ചും നല്ലത് പറയാത്ത എല്ലാവരുടെയും നാശം ആഗ്രഹിക്കുകയും എല്ലാവരെ കുറിച്ചും ഹല്ലേലൂയ ദോഷം പറയുന്ന സ്തോത്രം സാത്താനും പറയുന്നത് യോബ് ദൈവഭക്തനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ പറഞ്ഞതിന് താല്പര്യം ജീവിതത്തിൽ എല്ലാവരാലും ദൈവത്താലും മനുഷ്യരാലും സാധാരണാലും ഒരുപോലെ ജീവിതത്തിൽ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോൾ ഈ സാക്ഷ്യം അവനുണ്ടായിരുന്നു. ജീവിതത്തിൽ പ്രതികൂലങ്ങളൊന്നും കടന്നു വരാതെ സർവസമ്പന്നനായി സ്തോത്രം ഹല്ലേലൂയ ജീവിക്കുമ്പോൾ ദൈവത്താൽ മനുഷ്യരാൽ സാധാരണാൽ ഉന്നതമായ സാക്ഷ്യം യോബ് ഹല്ലേലൂയ യോബിന് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവനെ ഞെട്ടിപ്പിക്കുന്ന അവനെ ദുഃഖിപ്പിക്കുന്ന വാർത്തയുമായി ഹല്ലേലൂയ വയലിൽ നിന്ന് ആളുകൾ കടന്നു വരികയാണ്. നിന്റെ മൃഗസമ്പത്തെല്ലാം നശിച്ചുപോയി, നിന്റെ മക്കളെല്ലാം നശിച്ചുപോയി, അവർ ചത്തുപോയി, അങ്ങനെ നിന്റെ ഭവനമെല്ലാം തീക്കിരയായി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സമ്പത്തെല്ലാം നശിച്ചു, അവന്റെ മക്കളെല്ലാം ഇല്ലാതായി എന്ന് പറഞ്ഞ എല്ലാം ഉണ്ടായിരുന്ന യോബ് ഒരു നിമിഷം ഒന്നുമില്ലാത്തവനായി തീർന്നപ്പോഴും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ അവന്റെ ഭക്തിയുടെ അനുഭവം കണ്ട ദൈവനെ കുറിച്ച് ഹല്ലേലൂയ എല്ലാം ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോഴും യോബിന് പഴയ സാക്ഷ്യം ഉള്ളവനായി ദൈവത്തിന് മുൻപാകെ നിൽക്കുവാനായി കഴിഞ്ഞു. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും യോബിനെ കുറിച്ച് യഹോവയായ ദൈവം പറയുന്നു, യോബ് എല്ലാം ഉള്ളപ്പോഴും എല്ലാം ഇല്ലാതായ സമയത്തും അവൻ നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായി എന്റെ മുൻപാകെ ആയിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാത്താൻ പറയുകയാണ് അവൻ ഇപ്പോഴും എല്ലാം ഇല്ലാത്തപ്പോഴും എല്ലാം ഉള്ളത് നഷ്ടപ്പെട്ടപ്പോഴും അവൻ ദൈവഭക്തനായിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നീ അവന്റെ പ്രാണൻ സ്തോത്രം നിന്റെ വേലിക്കുള്ളിലാക്കിയിരിക്കുന്നു. നീ അവനെ കോട്ട കെട്ടി ഒരു വേലിക്കുള്ളിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് അവന് സ്തോത്രം ഭക്തനായിരിക്കുന്നത്. അവന്റെ ശരീരത്തെ ഒന്ന് ഏൽപ്പിച്ചതാ. എന്നാൽ ഹല്ലേലൂയ അവന്റെ ഭക്തി ഉപേക്ഷിക്കുമെന്ന് പറയുന്ന അനുഭവം പറഞ്ഞതിന്റെ താല്പര്യം എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട്, മക്കളെല്ലാം നഷ്ടപ്പെട്ട്, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട്, ഒന്നുമില്ലാത്തവനായി ഒരു ദിവസം എത്തിച്ചേർന്നപ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, പരിഹാസവും നിന്ദയും ദുഷിയും ആക്ഷേപവും ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവഭക്തനായിരിക്കുന്ന അനുഭവം പഴയ സാക്ഷ്യം നിലനിർത്തിയതായ അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ എല്ലാവരാലും സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. നാലാമതായി സകല പൂർവ്വദിവകാശങ്ങളിലും വെച്ച് യോബ് മഹാനായി തീരുവാൻ കാരണം ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വേലിക്കുള്ളിലായിരിക്കുന്ന ഒരു ഭക്തനായിരുന്നത്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത് സ്തോത്രം യോബിനുള്ളതിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരാൽ ദൈവത്തിൻ്റെതായ വലിയ വേലിക്കുള്ളിൽ അവനെ ഭദ്രമായി സൂക്ഷിച്ച അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഹല്ലേലൂയ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവ സാന്നിധ്യമാകുന്ന വേലിക്കുള്ളിൽ, ദൈവദൂതന്മാരുടെ സംരക്ഷണമാകുന്ന വേലിക്കുള്ളിൽ സ്തോത്രം ദൈവം തന്റെ ഭക്തനെ സൂക്ഷിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം ഈ ലോകപ്രകാരം സ്തോത്രം, ഹല്ലേലൂയ, ഒരു വ്യക്തിക്ക് സംരക്ഷണം നൽകുന്നുവെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും വിധത്തിൽ ശ്രേഷ്ഠതയുള്ള വ്യക്തിയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് എസ്കോർട്ട് നൽകണമെങ്കിൽ, പ്രൊട്ടക്ഷൻ നൽകണമെങ്കിൽ, പ്രത്യേക കാറ്റഗറിയിലുള്ളതായ പ്രൊട്ടക്ഷൻ നൽകി അദ്ദേഹത്തെ സെക്യൂരിറ്റിക്കാർ പരിപാലിക്കണമെങ്കിൽ എന്തെങ്കിലും വിധമായ അധികാരമോ ശ്രേഷ്ഠതയോ പദവിയോ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെയുള്ളതായ പരിഗണന ലഭിക്കൂ എന്ന് ലോകപ്രകാരം നമുക്കറിയാം. എന്നാൽ ഇവിടെ അവൻ ദൈവഭക്തനായതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ അവനെ സംരക്ഷിക്കുന്ന അനുഭവം ദൈവം തന്നെ ദൂതന്മാരുടെ വേലിക്കുള്ളിൽ ദൈവത്തിന്റെ സംരക്ഷണമാകുന്ന വേലിക്കുള്ളിൽ ഭക്തനായ യോബിനെ ദൈവമാക്കിയിരിക്കുന്ന
അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വേലി എന്ന് പറയുമ്പോൾ ദൈവത്തിന് അധികാരമുള്ള, ദൈവത്തിന് പരമാധികാരമുള്ള, ദൈവത്തിന്റെ രാജ്യത്തിന്റെ അകത്ത് പ്രൈസ് ദി ലോർഡ് ദൈവം സർവാധിപത്യം നടത്തുന്ന ദൈവത്തിന്റെ വ്യവസ്ഥാപിതമായ നിയമത്തിന്റെ ഉള്ളിൽ, ആ ഉപദേശത്തിന്റെ പരിധിക്കുള്ളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യോബ് ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നാം ദൈവഭക്തരായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ, അവന്റെ വചനമാകുന്ന വേലിക്കുള്ളിൽ നാം ആയിരിക്കുമ്പോൾ, അവന്റെ സഭയാകുന്ന കെട്ടിയടച്ച തോട്ടത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞതിന് താല്പര്യം സകല പൂർവ്വദിഗ്വാസികളിൽ വെച്ച് യോബ് ശ്രേഷ്ഠനുമായി തീരുവാൻ കാരണം ദൈവത്തിന്റെ വേലിക്കുള്ളിൽ, ദൈവത്തിന്റെ വ്യവസ്ഥതയ്ക്കുള്ളിൽ, ദൈവത്തിന്റെ ഉപദേശത്തിനുള്ളിൽ, ദൈവത്തിന്റെ സംരക്ഷണ വേലിക്കുള്ളിൽ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിൽ, ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് അവനെപ്പോഴും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഏതാണ് നാം വായിക്കുന്ന സങ്കീർത്തനം വായിക്കുന്നു. ദൈവത്തെ ഒളിച്ച് നാം എവിടെ പോയാലും പ്രൈസ് ദി ലോർഡ് അവിടെയും ദൈവത്തിന്റെ കരം, ദൈവത്തിൻ്റെതായ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തെ മറച്ച് നമുക്കൊന്നും സംസാരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വേലിക്കുള്ളിലാണ് ഒരു ഭക്തൻ ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോബിനെ പരിപാലിക്കുവാൻ, യോബിനെ എസ്കോർട്ട് ചെയ്യുവാൻ പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകി. അവനെ സഹായിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരെ സംരക്ഷണ ദൂതന്മാരായി ഹല്ലേലൂയ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നാം പുതിയ നിയമത്തിൽ വായിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാരെ പരിപാലിക്കേണ്ടതിന്, സ്തോത്രം, അവരെ സംരക്ഷിക്കേണ്ടതിന് ദൈവം പ്രത്യേക ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ദൈവ പൈതൽ ദൈവ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ പരമാധികാരമുള്ള ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രൈസ് ദി ലോർഡ് ആയിരിക്കുന്നു. നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പിശാചിന്റെ രാജ്യത്തെ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന്റെ പ്രജകളായി നാം മാറ്റപ്പെടുന്ന അനുഭവമാണ്. കർത്താവ് നമ്മിൽ ഭരിക്കുന്ന, കർത്താവ് നിയമം നമ്മൾ ഹല്ലേലൂയ ഉള്ള അനുഭവത്തിൽ, നാം നിയമം പാലിക്കുന്ന അനുഭവത്തിൽ, കർത്താവിന്റെ വ്യവസ്ഥാപിതമായ അധികാരത്തിനും കർത്തൃത്വത്തിനും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉന്നതമായ അനുഭവമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുമ്പോൾ യഹോവ തന്റെ ഭക്തനെ തന്റെ വേലിക്കുള്ളിൽ പരിപാലിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമതായി യോബ് സർവപൂർവ്വ ദിഗ്വാസികളിൽ വെച്ച് മഹാനായി തീരുവാൻ കാരണം പ്രൈസ് ദി ലോർഡ് കഷ്ടതയുടെ നടുവിലും ദൈവമഹത്വം ചോരാതെ തനിക്ക് പ്രതികരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സകല പൂർവ്വ ദിഗ്വാസികളിൽ വെച്ച് യോബ് ശ്രേഷ്ഠനായി തീരുവാൻ കാരണം ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവം കടന്നു വന്നപ്പോൾ, ജീവിതത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ് തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, തന്റെ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പ്രൈസ് ദി ലോർഡ് കഷ്ടതയുടെ നടുവിലും ദൈവമഹത്വം ചോരാതെ പ്രതികരിക്കുവാൻ, പ്രൈസ് ദി ലോർഡ് ദൈവമഹത്വം മാത്രം സംസാരിക്കുവാൻ അവന്റെ നാവിനെ ഉപയോഗിച്ചു. അവന്റെ ദേഹം, ദേഹി, ആത്മാവിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്റെ ജീവിതത്തിലെ ഭക്തി വെളിപ്പെടുന്നത് അവൻ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, അവൻ കഷ്ടതയിലാകുമ്പോൾ, പ്രതികൂലത്തിന് നടുവിലാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് നാം എപ്രകാരം ദൈവത്തോടും മനുഷ്യരോടും പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭക്തി വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നത് നഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും വാർത്തകൾ ഒന്നൊന്നായി അവന്റെ ജീവിതത്തിൽ വാർത്തയായി കടന്നു വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് യോബ് പറയുന്നത് ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 1:24 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നിലും ദൈവത്തിന് അനിഷ്ടമായി താൻ സംസാരിക്കുകയോ പാപം ചെയ്യുകയോ ചെയ്യാതെ തന്റെ ജീവിതത്തെ സൂക്ഷിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിനെതിരെ പ്രതികരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് താൻ ആയിരിക്കാനിടയായി തീർന്നു. തന്റെ ഭാര്യയായ ഭാര്യ യോബിനോട് പറയുകയാണ്, ഇനിയെങ്കിലും നിന്റെ വിശ്വാസം ത്യജിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആത്മഹത്യ ചെയ്യുവാനായി സ്വന്തം ഭാര്യ അവനെ ഉപദേശിക്കുമ്പോൾ അവൻ പറയുന്നത് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, നാം ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പാപം ചെയ്യാതെ സ്തോത്രം ദൈവത്തോട് ദൈവത്തിന് മുൻപാകെ ദൈവമഹത്വത്തിനായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി വേറിട്ട ഒരു വ്യക്തിയായി കർത്താവിന് വേണ്ടി ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി യോബിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുമ്പോൾ
കഷ്ടതയുടെ നടുവിൽ ദൈവമഹത്വം ചോരാതെ അത് പ്രതികരിക്കുവാൻ യോബിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവനെ മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠനായി മഹത്വമുള്ളവനായി തീർത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തന്റെ സ്നേഹിതന്മാർ അതേ യോബിനുള്ളതായ ആ സംഭവിച്ച വാർത്ത കേട്ടറിഞ്ഞ് അതേ തന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ശരീരം മുഴുവനും വിണം നിറഞ്ഞവനായി ഓട്ടുകഷ്ണത്തം കൊണ്ട് മാന്തി അതേ ഇരിക്കുന്നതായ അതേ ചാരത്തിലിരിക്കുന്നതായ അതേ യോബിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതേ സ്തോത്രം അവനെ ചുറ്റും ഇരുന്ന് അവന്റെ ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് അത് ചില ദിവസങ്ങൾ അവനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ അവനെ സഹായിക്കുവാനായി പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നവർ ശത്രുക്കളായി മാറി. അതേ കൂട്ടായ്മക്കാർ ശത്രുക്കളായി മാറി, അവിശ്വാസികളായി മാറി, പരിഹാസികളായി മാറി. അതേ സ്തോത്രം, നീ എന്തോ വലിയ പാപം ചെയ്തുകൊണ്ടാണ് അതേ ഈ ഭവിഷ്യത്ത് നിനക്ക് വന്നു ഭവിച്ചത് എന്ന യോബിന്റെ മുഖത്ത് നോക്കി പരിഹാസത്തോടെ വരിക. അതേ അവനെ നിന്ദിക്കുമ്പോൾ അവൻ അതേ ദൈവം കേൾക്ക്, പിശാച് കേൾക്ക്, മനുഷ്യർ കേൾക്ക്, അവന്റെ സ്നേഹിതന്മാർ കേൾക്ക് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യോബിന്റെ പുസ്തകം 13-15 വാക്യത്തിൽ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, എന്റെ നടപ്പ് ഞാൻ അവന്റെ മുൻപാകെ തെളിയിക്കും എന്ന്. കഷ്ടതകളുടെ നടുവിൽ അതേ ഹല്ലേലൂയ ദൈവമഹത്വം ചോരാതെ താന് ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവമഹത്വത്തിന് വേണ്ടി ദൈവത്തോട് ചേർന്ന് അവൻ പ്രതികരിക്കുവാൻ തുടങ്ങി. അതേ ദൈവം കേൾക്ക്, പിശാച് കേൾക്ക്, ആമേൻ തന്റെ ശത്രുക്കൾ കേൾക്ക്, ലോകം കേൾക്ക്. ഹല്ലേലൂയ വിളിച്ചു പറഞ്ഞു, അതേ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, എന്റെ നടപ്പ് ഞാൻ അവന്റെ മുൻപാകെ തെളിയിക്കും. ഹല്ലേലൂയ. എത്രയോ ശ്രേഷ്ഠമായ അനുഭവമായിരുന്നു യോബിന്റെ ജീവിതാനുഭവം. ആറാമതായി അതേ യോബ് സർവ്വപൂർവ്വ ദിഗ്വാസികളിൽ വെച്ച് മഹാനായി തീരുവാൻ കാരണം ദൈവത്തിന് സ്തോത്രം മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനുഗ്രഹം തിരിച്ചറിഞ്ഞവനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേ 42-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അതേ യേശു കാൽവരിയിൽ കിടന്നുകൊണ്ട് അതേ സ്തോത്രം ഇവരോട് ക്ഷമിക്കുമാറാകണമേ, ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ആമേൻ പ്രൈസ് ദി ലോർഡ് പഴയ നിയമഭക്തനായ യോബ് അതേ ഹല്ലേലൂയ തന്നെ നിന്ദിക്കുന്ന തന്റെ സ്നേഹിതരെന്ന് പറഞ്ഞ് തന്റെ ചുറ്റുപാട് വരുന്ന തന്നെ നിന്ദിക്കുന്ന അതേ പരിഹാസികളായ അവിശ്വാസികളായിരിക്കുന്ന അതേ സ്തോത്രം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവരോട് ക്ഷമിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതേ ദൈവം രണ്ട് കാര്യം ചെയ്യുവാനിടയായി തീർന്നു. യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു എന്ന് വായിക്കുന്നു. എന്ന് മാത്രമല്ല അതേ തന്റെ സ്നേഹിതന്മാരുടെ സ്ഥിതിക്കും ഭേദം വരുത്തുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അതേ 50-50 അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം പ്രാർത്ഥിക്കുവാൻ മറന്നുപോയാലും അതേ വിശ്വസ്തനായ ദൈവം, നീതിമാനായ ദൈവം അതേ ഹല്ലേലൂയ അതേ പ്രാർത്ഥന കേട്ട് മറുപടി അയക്കുമ്പോൾ അതേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം ആർക്കു വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചുവോ അവർക്കും അതേ പ്രാർത്ഥിച്ച നമുക്കും ഒരുപോലെ അതേ 50-50 അനുഗ്രഹം ദൈവം നൽകി ദൈവം നമ്മെ ആദരിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യോബ് പറയുകയാണ്, ഞാൻ ദൈവത്തെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എന്റെ ദൈവത്തെ അതേ കണ്ണാലെ കാണുവാൻ എനിക്ക് കഴിഞ്ഞു, അനുഭവിച്ചറിയുവാനിടയായി തീർന്നു, ദൈവം ആരെയെന്ന് രുചിച്ചറിയുവാനിടയായി തീർന്നു. അതാണ് സങ്കീർത്തനം വായിക്കുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അത് ഇരട്ടിയായി നൽകിയതായി അതേ 42-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന് 10 മക്കളുണ്ടായിരുന്നു. അതേ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അവര് മരിച്ചു. അതേ അവര് സ്വർഗത്തിലായിരിക്കുമ്പോൾ അതേ പുതിയതായി അതേ ഹല്ലേലൂയ അതേ യോബിന് പിന്നെയും ദൈവം ഈ ഭൂമിയിൽ 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും അതേ നൽകി ദൈവനെ അനുഗ്രഹിച്ചതായി നാം കാണുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അതേ യോബ് പഴയതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠനായി, ഏറ്റവും പ്രസിദ്ധനായി, ഏറ്റവും മാന്യനായി, ഏറ്റവും ഹല്ലേലൂയ അതേ സകല പൂർവ്വ ദിഗ്വാസികളിൽ വെച്ച് മഹാനും ശ്രേഷ്ഠനുമായി തീരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ അതേ കുറുക്കു വഴികളിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനോ ദൈവത്തിൻ്റെതായ അതേ മഹത്വം പ്രാപിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. യോബിനെ പോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിഷ്കളങ്കനായി ദൈവഭക്തനായി അതേ ദോഷം വിട്ടകലുന്നവരായി ഈ തലമുറയിൽ ജീവിക്കുന്നുവെങ്കിൽ അതേ സ്തോത്രം യോബിനെ പോലെ ശ്രേഷ്ഠരായ ജീവിതത്തിൽ തീരുവാൻ കഴിയും. ക്രമീകരണം വരുത്തി ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും അതേ ആരാധിക്കുവാൻ അനുഗ്രഹിക്കാനിടയായി തീരും.
അതേ ജീവിതത്തിൽ എല്ലാവരാലും എല്ലാം ഉള്ളപ്പോഴും അത് ഇല്ലായ്മ വന്നപ്പോഴും ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരുപോലെ അതേ ദൈവത്താലും സാധാരണാലും മനുഷ്യരാലും സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു ഇയ്യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല ദൈവത്തിന്റെ അതേ പ്രത്യേക സംരക്ഷണത്തിനുള്ളിൽ, ദൈവത്തിന്റെ വേലിക്കുള്ളിൽ, ദൈവത്തിന്റെ വചനമാകുന്ന ചട്ടങ്ങളാകുന്ന പ്രമാണങ്ങളാകുന്ന അതേ വേലിക്കുള്ളിൽ, ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമാകുന്ന വേലിക്കുള്ളിൽ, ദൈവ സാന്നിധ്യത്തിന്റെ അതേ ഹല്ലേലൂയ ചുറ്റളവിൽ അത് എപ്പോഴും ആയിരുന്ന ഒരു ഭക്തനായിരുന്നു ഇയ്യോബ്. മാത്രമല്ല കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം ചോരാതെ മഹത്വത്തിന് വേണ്ടി സംസാരിപ്പാൻ, പ്രതികരിക്കുവാൻ അതേ ഇയ്യോബിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ്. മാത്രമല്ല അതേ സ്തോത്രം, അതേ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തനിക്കും മറ്റുള്ളവർക്കും അനുഗ്രഹം നേടിയെടുക്കുവാൻ കഴിയും എന്ന് അതേ പ്രാർത്ഥനയുടെ ശക്തി, അതേ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അതേ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞവനായിരുന്നു ഇയ്യോബ്. അതുകൊണ്ടാണ് ഇയ്യോബിനെ നോക്കി അതേ സ്തോത്രം ഹല്ലേലൂയ അതേ ഇൻട്രൊഡക്ഷൻ പാട്ടായി അതേ സ്തോത്രം മോശ അതേ ഇയ്യോബിന്റെ പുസ്തകം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നത്, ഇയ്യോബ് അതേ സ്തോത്രം സർവ പൂർവ്വ ദിഗ്വാസികളിൽ വെച്ച് അതേ മഹാനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തലമുറയിൽ ദൈവത്തിന്റെ ഭക്തന്മാരായി ശ്രേഷ്ഠരായി ജീവിക്കുവാൻ ഇയ്യോബ് നമുക്കൊരു മാതൃകാ പുരുഷനായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനെ പോലെ ദൈവഭക്തിയോടെ അതേ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ദൈവഭക്തി വിടാതെ അതേ ദൈവത്തിന് സ്തോത്രം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതേ പ്രതികരിക്കുന്നവരായി തീരുവാൻ, സ്തോത്രം പറയുന്നവരെ തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഡാളസിലുള്ള ബദൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ആരാധന വീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏതെങ്കിലും സമയം നിങ്ങൾ ഡാളസിൽ വിസിറ്റ് ചെയ്യുന്നുവെങ്കിൽ കടന്നു വന്ന് ഞങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷകരമാണ്. ഡാളസിലേക്ക് കടന്നു വരുമ്പോൾ യൂലിസിലുള്ള ബദൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നിങ്ങൾ കടന്നു വന്ന് ദൈവവചനം ശ്രവിക്കുവാൻ, ദൈവവചനം മനസ്സിലാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ ഞങ്ങൾ